അപ്പോൾ അങ്ങനെ നമ്മൾ തുടങ്ങുമല്ലേ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ക്യാബേജ് വെച്ചിട്ടുള്ള ഡയറ്റ് ഫുഡ് തന്നെയാണ്. ക്യാബേജ് വെച്ചിട്ടുള്ളൊരു റോളാണ്. നമ്മൾ ചിക്കൻ റോളൊക്കെ കഴിച്ചിട്ടുണ്ടാവും. ഈ ക്യാബേജ് റോളിനകത്തിലും ചിക്കനൊക്കെ ഉണ്ട്, പക്ഷേ ക്യാബേജ് വെച്ചിട്ടുള്ളൊരു റോളാണ്. ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മുടെ ക്യാബേജാണ്. അതായത് ക്യാബേജിൻ്റെ തൊലി ഇളക്കി മറ്റേ പൊളിച്ചെടുത്തേക്കുന്ന കുറച്ച് പീസുകളാണ്. ഇത് അത്ര എളുപ്പമല്ലായിരുന്നു ഇത് എടുക്കാൻ വേണ്ടി. കുറേ ബുദ്ധിമുട്ടി ഞാനിത് എടുക്കാൻ വേണ്ടി. ഒരു ഫുള്ള് ക്യാബേജ് പൊളിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഇത്രയാണ്. ഇന്നലെ ചോദിക്കണം. പിന്നെ ഇതല്ലാതെ പിന്നെ എൻ്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു തക്കാളി, പിന്നെ കുറച്ച് ക്യാബേജ്, അതുപോലെ തന്നെ ഒരു ക്യാരറ്റ്, ഒരു സവാള. ഇനി ഇതിനകത്തിലെ മേജറായിട്ടുള്ളൊരു ആളെ കാണിച്ചു തരാം. നമ്മുടെ ചിക്കൻ, അതായത് ബ്രസ്റ്റ് പീസാണ്. ഇത് വെള്ളത്തിയിട്ട് വെച്ചിരിക്കുന്നത് ഞാൻ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കനാണ്. അപ്പം ഇതെടുത്തൊന്ന് സെറ്റാകാൻ വേണ്ടി ഭയങ്കര കട്ടയായിരുന്നു. അപ്പോൾ ഇതൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് വെള്ളത്തിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഒരു ജാറിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഈ വെള്ളം ഒന്ന് ചൂടാക്കി ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് വെച്ച് ഇതൊന്ന് തിളപ്പിച്ച് കഴിയുമ്പം ഇതിലോട്ട് നമ്മുടെ ഈ ക്യാബേജിനെ എടുത്തിട്ടൊന്ന് പുഴുങ്ങണം. എങ്കിലും ഇത് നമുക്ക് നമ്മുടെ രീതിക്ക് വരത്തുള്ളൂ. നമ്മൾ പണ്ട് ഇലപ്പൊതിയൊക്കെ ഇട്ടുമ്പോൾ നമ്മൾ ഇല വയറ്റത്തില്ലേ, അല്ലെങ്കിൽ വാട്ടത്തില്ലേ, അതേപോലുള്ള ചെറിയ പരിപാടി തന്നെയാണ്. ഞാൻ ആദ്യം ഇതൊന്ന് വെള്ളം ഒന്ന് ചൂടാക്കണം. ഇത് ഞാൻ ഇന്നലെ മേടിച്ചാൽ കേട്ടോ. നമ്മുടെ ക്യാരറ്റും ക്യാബേജും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൈ കൊണ്ട് അരിഞ്ഞരിഞ്ഞ് മടുത്തു. അപ്പോൾ ഞാൻ ആദ്യം ഈ ക്യാരറ്റ് ഒന്ന് അരിയാം. ഇതിനിടയ്ക്ക് 1-2 കാര്യം എനിക്ക് പറയാനുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യം. നമുക്കിത് വളരെ കുഞ്ഞായിട്ട് സ്ലൈസ് ചെയ്താൽ വേണ്ട. കാര്യം ഇത് നമ്മൾ റോൾ ചെയ്യാനൊക്കെ ഉണ്ടാകും. അപ്പം നമ്മൾ വളരെ കുഞ്ഞായിട്ടുള്ള ഒരു സൈസിനാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ആ കുഞ്ഞായിട്ടുള്ള സൈസിലാണ് ഞാനിത് അരിയുന്നത്. നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം രാവിലെ ഉണരുമ്പം ഓരോരോ വാർത്തകൾ കേട്ടാണ് നമ്മൾ ഉണരുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടില്ല, ഒരു കുടുംബത്തിലെ 5 പേരെ ഒരു പയ്യൻ കൊന്നു. ഇതിനെല്ലാം കാര്യം ലഹരി എന്ന് പറയുന്നൊരു കാര്യം നമ്മുടെ നാട്ടിലിപ്പം വളരെ സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ലഹരി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞതിൻ്റെ കൂട്ട് നാർക്കോട്ടിക് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പറയുന്നതിൻ്റെ കൂട്ട് ശരിക്കും നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നിർത്തണം. നമ്മുടെ നാട്ടിൽ ഇതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും കൊണ്ടുവന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തലമുറ ഇല്ലാതായി പോകുന്നൊരവസ്ഥയാവും. കാര്യം അമ്മ ഏതാ, സഹോദരി ഏതാ, പിന്നെ അച്ഛൻ ഏതാണെന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരു കാര്യത്തിലോട്ട് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറ പോകാമെന്ന് പറഞ്ഞാൽ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനകത്തൊരു ബേസിക് കാര്യം എന്ന് പറയുന്നത് പേടിയില്ലായ്മയാണ്. കാര്യം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കൊക്കെ സാറുമാരും ഈവൻ വീട്ടുകാരെ പേടിയുണ്ട്, എന്നാൽ പോലും മാഷന്മാരെ നമുക്ക് പേടിയാണ്. കാര്യം മാഷന്മാരൊരു നല്ലൊരു വലിയൊരു ചൂരൽവടിയൊക്കെ എടുത്തുകൊണ്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓടി ഒളിക്കും. ഇന്നത്തെ കാലത്ത് മാഷന്മാരെ പേടിയില്ല. കാര്യം മാഷന്മാർക്ക് ഇന്ന് പിള്ളേരെ ഒന്ന് വഴക്ക് പറയാൻ പോലും പേടിയാണ്. കാര്യം മാഷന്മാർ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മാഷന്മാരെ സ്കൂളിൽ കയറി എന്താ പറയുക തല്ലു എന്ന് പറഞ്ഞ ടീമാണ്. കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു പയ്യൻ, ഒരു +2 പഠിക്കുന്ന പയ്യനാണ്, മാഷിൻ്റെ വഴക്ക് പറഞ്ഞാൽ മാഷിനെ ഇട്ട് ഭീഷണിപ്പെടുത്തുന്നത്, മാഷിനെ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഇതിനിടയിൽ ഇപ്പം ഒരു വാർത്ത ഞാൻ കണ്ടത്, അതായത് കുറേ എണ്ണം പറഞ്ഞിട്ടുണ്ട് സിനിമയാണ് ലഹരിക്ക് അടിമയാവാൻ വേണ്ടി നമ്മുടെ സമൂഹത്തിലെ പിള്ളേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന്. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ സിനിമയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്. ഈ ജയസൂര്യയുടെ വെള്ളം എന്ന് പറഞ്ഞിട്ട് സിനിമ ഇറങ്ങിയായിരുന്നു. ഈ സിനിമയ്ക്കകത്തിൽ എന്താ അവർ പറയുന്നത്? ആ സിനിമയ്ക്കകത്തിലൊരു ആൽക്കഹോൾ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ലൈഫ്, അയാൾക്ക് ഒരു ആൽക്കഹോൾ അഡിക്റ്റഡ് ആകുമ്പോൾ എന്താണ് അയാളുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് അയാൾ അതിൽ നിന്ന് റിക്കവർ ആയി കഴിയുമ്പോൾ അയാളുടെ ലൈഫിലുണ്ടാകുന്ന ചേഞ്ച്. ഇന്ന് നമുക്കറിയാം, മുരളി കുന്നംപുറത്ത് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഇപ്പം മലയാള സിനിമയിൽ ഇപ്പോൾ സുമതിയോളം എന്ന് പറഞ്ഞിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അയാൾക്ക് പുള്ളിയുടെ വാട്ടർമാൻ ടൈൽസ് എത്ര ലോക രാജ്യങ്ങളിൽ വരെ ഈ ടൈൽസ് അത് ഉണ്ട്. അപ്പം അങ്ങനെ സിനിമ കണ്ട് ഇൻഫ്ലുവൻസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആളുകൾ, ഈ മദ്യപിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആൽക്കഹോളിക്കായിട്ടുള്ള ആളുകൾ ആ സിനിമ കണ്ടിട്ട് കള്ളുകൂടി നിർത്തണ്ടേ? അതൊന്നുമല്ല. ഈ സിനിമ കണ്ട് ഇപ്പം സപ്പോസ് എല്ലാവരും പറയുന്ന മാർക്കോ എന്നൊരു സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഇത്രയെന്ന്. ഈ മാർക്കോ ഇറങ്ങിയതിന് ശേഷമാണ് ഇത്രയും ഉണ്ടാകുന്നത്. ഒന്നുമല്ല. ഇതൊക്കെ ചുമ്മാതെ രാഷ്ട്രീയക്കാർ അവരുടെ തടി തപ്പാൻ വേണ്ടിയിട്ടുള്ള എക്സ്ക്യൂസസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവനെ ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുക. ഇവനെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഇതിനകത്തോട്ട് ബാക്കി നമ്മുടെ ക്യാബേജും നമ്മുടെ തക്കാളി നമ്മുടെ സവാള അരിയണം. ഈ സമയത്ത് നമ്മുടെ വെള്ളം ഞാൻ ക്യാബേജ് വേവിക്കാൻ വേണ്ടി വെച്ച വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് എനിക്കൊന്ന് എടുക്കണം. വെള്ളം നമ്മൾ തിളപ്പിച്ച് ചൂടാക്കിയതെടുത്ത് ഇനി ഇതിലോട്ട് ഞാൻ നമ്മുടെ ക്യാബേജിന് ഇട്ട് ഇതൊന്ന് 4 മിനിറ്റ് ഒരു 5 മിനിറ്റ് ഇതൊന്ന് സെറ്റാക്കാൻ വേണ്ടി വെക്കും. ഈ ക്യാബേജിനെ ഞാൻ ഇടാൻ പോവാം. ഓക്കെ, ക്യാബേജ് ഞാൻ ഇങ്ങനെ വെള്ളത്തിലോട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാനൊക്കെ ഉണ്ട്, വഴറ്റിയെടുക്കുക. അതിനിടയിൽ ഞാൻ പറയാം, നമ്മൾ ഡ്രഗ്സിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അത് ഞാൻ പറയാം, അതിനെക്കുറിച്ച് ഇവരൊന്ന് സെറ്റ് ആയിക്കോട്ടെ. സോ അപ്പോൾ നമ്മുടെ ക്യാബേജ് ഒന്ന് സെറ്റ് ആവുന്ന സമയത്തേക്ക് ഞാൻ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഒന്ന് എനിക്ക് അരിയണം. ഈവൻ ചിക്കൻ ഉൾപ്പെടെ എനിക്ക് അരിയാനുണ്ട്. ഞാൻ അടുത്ത് അരിയാൻ പോകുന്നത് നമ്മുടെ ക്യാബേജ്.
ഇത് വളരെ ചെറുതായിട്ട് വേണം അരിയാനേ, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ചെറിയ റോളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ചെറുതായിട്ട് അരിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഇത് തരിതരിയായിട്ട് കിടക്കും. അപ്പോൾ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. എനിക്ക് ലഹരി ഉപയോഗിക്കുന്നവരോടും അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കണമെന്ന് താല്പര്യപ്പെടുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്നറിയോ, നിങ്ങൾക്ക് ലഹരി വേണം. നമ്മുടെ ലഹരി എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്കൊരു ലഹരിയാക്കി നിങ്ങളുടെ പഠിത്തം അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി ആയിരിക്കണം നിങ്ങളുടെ ലഹരി എന്ന് പറയുന്നത്. അതേപോലെ ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ഇന്നോവേഷനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആ ബിസിനസ്സിലായിരിക്കണം നിങ്ങളുടെ ലഹരി. നിങ്ങൾ അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, നിങ്ങൾക്കൊരു ബിസിനസ് എങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ ഇവിടെ നാട്ടിൽ ഒരുപാട് പിള്ളേർ ചെയ്യുന്നുണ്ട്. എത്രയോ പേര് സ്റ്റാർട്ടപ്പുകൾ ചെയ്ത് സക്സസ് ആവുന്നവരുണ്ടെന്നറിയോ. അപ്പോൾ നിങ്ങളുടെ ഒരു അൾട്ടിമേറ്റ് നിങ്ങളുടെ ഒരു എന്താ പറയുക ഗെയിന് നിങ്ങളുടെ ഒരു ലഹരിയും അല്ലെങ്കിൽ നിങ്ങൾ അഡിക്റ്റഡ് ആവേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. അല്ലാതെ ഈ പറയുന്ന നിങ്ങളെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സമൂഹത്തെ ഇല്ലാതാക്കുന്ന ഇങ്ങനെയുള്ള സിന്തറ്റിക് ലഹരികൾക്ക് ഒരിക്കലും നിങ്ങൾ അടിമയാവരുത്. അടിമയായി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫും പോവും. നിങ്ങളുടെ ലൈഫ് മാത്രമല്ല, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ കൂടെ വരുന്ന ആളുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഇപ്പം ഭർത്താവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഭാര്യ, നിങ്ങളുടെ മക്കൾ, അതുപോലെ നിങ്ങളുടെ അച്ഛൻ അമ്മമാർ, അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിന് പേര് സഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതായത് നമ്മുടെ ക്യാബേജിൻ്റെ തൊലിയെ ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ്. ഏതാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റ്, ഇതിപ്പോൾ നമ്മുടെ ക്യാബേജ്, തക്കാളി അരിയണം, അതുപോലെ നമ്മുടെ ഒണിയനും അരിയണം. ഞാനിപ്പോൾ ഒണിയൻ അരിയാനാണ് പോകുന്നത്. കണ്ണ് നീറിയിട്ട് രക്ഷയില്ല. അപ്പോൾ നമ്മുടെ സവാള അരിഞ്ഞു, എൻ്റെ കണ്ണും പോയി. ഇതിനെ ഞാനൊന്ന് അരിഞ്ഞൊരു സൈഡിലോട്ട് പാത്രത്തിലോട്ട് ആക്കിയിട്ട് എനിക്കിതൊന്ന് നമ്മുടെ ക്യാബേജ് എടുത്തൊന്ന് തോത്ത് റെഡിയാക്കി മാറ്റി വെക്കണം. അല്ലെങ്കിൽ അത് വെന്തളിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരിപാടി നടത്താൻ പറ്റത്തില്ല, നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ വീണ്ടും ക്യാബേജൊക്കെ ഗ്രോസറിയിലൊക്കെ പോയി മേടിച്ചിട്ട് വേണം വരാനൊക്കെ ഉണ്ട്. അതിനുള്ള സമയമില്ല. ഇതെല്ലാം ഞാൻ ഇതിനകത്തോട്ടൊന്ന് വെക്കുകയാണ്. ഇതാണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇതിന് ഞാനിങ്ങനെ നമ്മുടെ ഈ ഒരു ചൂടുണ്ട് കേട്ടോ, ഒരു പ്ലേറ്റിലോട്ട് വെക്കുകയാണ്. ഒരാവശ്യം വരും നമുക്ക്. ഇതാണ് നമ്മുടെ കബേജ് വഴട്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അപ്പോൾ നമ്മുടെ വെജിലെ ലാസ്റ്റ് ഐറ്റം നമ്മുടെ തക്കാളി ഒന്ന് ഇതുപോലെ ഒന്ന് കുഞ്ഞാനാക്കുകയാണ്. നിങ്ങൾക്ക് ഈ ചിക്കൻ ക്യൂമ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റംസ് കിട്ടുമേ. അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ അരിയേണ്ട കാര്യമൊന്നുമില്ല. ഞാനവിടെ ഗ്രോസറി ലാഭം നോക്കിയിട്ട് എനിക്ക് ആ ഒരു സാധനം കിട്ടിയില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വിചാരിച്ചത് മേടിച്ച് സ്ലൈസ് ചെയ്യാമെന്ന്. കാര്യം അത് കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടില്ല. കാര്യം നിങ്ങൾക്ക് അത് ചെറിയ കുഞ്ഞു പീസായിട്ട് മറ്റേ നാര് പോലെ കൊണ്ടുതരും. ആ സാധനം നിങ്ങൾ നൈസായിട്ട് അങ്ങ് എടുത്തിട്ടാൽ മതി. ഞാൻ ഈ അരിഞ്ഞ തക്കാളിയും കൂടെ ഞാൻ ഒരു സൈഡിലോട്ട് മാറ്റുവാണേ പ്ലേറ്റിൽ. ഇതാണ് അരിഞ്ഞ ടൊമാറ്റോ. ഇവനെയും ഞാൻ സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കുകയാണ്. സോ അപ്പോൾ ഞാൻ നമ്മുടെ ക്യാരറ്റ്, ക്യാബേജ്, തക്കാളി, ഒണിയന് ഇതെല്ലാം അരിഞ്ഞു വെച്ചു. ഇനി നമ്മുടെ ചിക്കൻ മാത്രമേ ഉള്ളൂ അരിയാനൊക്കെ ഉണ്ട്. ഈ ചിക്കനെയും വളരെ കുഞ്ഞു പീസാക്കി അരിഞ്ഞെടുത്തിട്ട് വേണം നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കണം. എന്നിട്ട് വേണം നമ്മുടെ പരിപാടിയിലോട്ട് പോകാനൊക്കെ ഉണ്ട്. ഞാൻ ചെറുതായിട്ട് ഇതൊന്ന് വളരെ കുഞ്ഞടിക്കുക. അതാണ് ഈ ബ്രസ്റ്റ് പീസ് മേടിക്കുന്നത്. ബ്രസ്റ്റ് പീസ് മേടിച്ചാൽ ഒന്ന് പ്രോട്ടീനാണ്, രണ്ട് നമുക്ക് ഈ ബോൺസ് ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഡിഷുകൾക്ക് വരുമ്പം വളരെ നല്ല രീതിയിൽ നമുക്കിതിനെ യൂസ് ചെയ്യാനെ കൊണ്ട് സാധിക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കണ്ടു. ഒരു വലിയ പ്രമുഖ MLA മോനെ ഇതുപോലെ ലഹരി ഉപയോഗിച്ചതുകൊണ്ട് പിടിച്ചതാണ്. പക്ഷെ ഇപ്പോൾ വന്നപ്പം അത് പിടിച്ച ഉദ്യോഗസ്ഥർ കുറ്റക്കാരായിപ്പോയി. ഇതൊക്കെയാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ പ്രശ്നം. ഈ അധികാരവും സ്വാധീനവും വെച്ചിട്ട് എന്ത് വൃത്തികേടും കാണിക്കാമെന്നുള്ളൊരു രീതിയിലോട്ട് പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നിയമത്തിൻ്റെ ഒരു പോരായ്മ, ലൂപ്പ് ഫോൾ ഭയങ്കരമാണ്. നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്താലും നമ്മുടെ നിയമത്തിൻ്റെ ലൂപ്പ് ഫോൾ കണ്ടുപിടിച്ചിട്ട് ആ ലൂപ്പ് ഫോളിലൂടെ നമുക്ക് പുറത്ത് കടക്കാം എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞത്. ഓവർ കോൺഫിഡൻസ് ആണ് ഇതിനെല്ലാത്തിനും കാരണം. അതായത് ഒരു തെറ്റ് ചെയ്താൽ പേടിക്കുന്ന നിയമം വരണം. അങ്ങനെയുള്ള ശിക്ഷകൾ അങ്ങനെയുള്ള നിയമങ്ങൾ വന്നെങ്കിൽ മാത്രമേ ഇനി നമ്മുടെ നാട്ടിൽ രക്ഷയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വണ്ടി ഞങ്ങളൊന്ന് റാസൽ കൈം വരെ പോയത്, ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ. അപ്പോൾ പോയിട്ട് തിരിച്ച് വന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു ചായ മേടിച്ചിട്ട് പുറത്തോട്ടിറങ്ങിയ സമയത്ത് അപ്പോൾ വണ്ടി ഓണാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പം എൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റ് ഒരു സൈഡ് കത്തുന്നില്ല.
അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഫ്രണ്ടിനോട്, എടാ ഒരു കത്തുന്നില്ല, എനിക്ക് എത്രയും വേണം അത് മാറണം എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലാണെങ്കിൽ ബ്രേക്ക് ലൈറ്റ് ഓടണമല്ലേ, കുറച്ചാൾ ഓടുമെന്ന് പറയും. കാര്യം ഇവിടെ ഞാനത് പെട്ടെന്ന് മാറണമെന്ന് പറയാനൊക്കെ കൊണ്ട് ഒരു റീസൺ ഉണ്ട്. ഞാൻ പറയാം, ഈ ചിക്കൻ ഒന്ന് അരിഞ്ഞിട്ട് പറയാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കനും അരിഞ്ഞ് സ്ലൈസ് ചെയ്ത് റെഡിയാക്കി വെച്ചു. ഇനി ഇതിനെ എനിക്കൊന്ന് വഴറ്റി എടുക്കണം, ചെറുതായിട്ടൊന്ന് പാനിലിട്ട് വഴറ്റി എടുത്തിട്ട് വേണം ഇത് റോളാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു ഐറ്റംസ് എല്ലാം കൂടെ ഒന്ന് വഴറ്റി എടുക്കാൻ വേണ്ടി ഞാനിത് പാൻ വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി, അതിലോട്ട് ഞാൻ നമ്മുടെ ഒലിവ് ഓയിൽ ഒരു ലേശം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലേശം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. കണ്ടോ? അപ്പോൾ നമ്മുടെ പാൻ ചൂടായതിലോട്ട് ഞാൻ ആദ്യം ഇടുന്നത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒണിയനില്ലേ, ഒണിയൻ ഇട്ട് കൊടുക്കുക. ഇപ്പം ഭയങ്കര സൗണ്ട് കേൾക്കും, ചടപട കേൾക്കും. കാര്യം വെള്ളമുണ്ടല്ലോ. നൈസായിട്ടൊന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കണം. ഫ്ലെയിം വളരെ കുറച്ച് ഫ്ലെയിം ഇടണം, ഒരുപാട് ഫ്ലെയിം ഇടൽ, വളരെ കുറഞ്ഞ തീരെ ഇട്ടിരുന്ന് മൂപ്പിച്ചെടുക്കാവും. ഇനി ഇതിലോട്ട് ഞാൻ നമ്മുടെ ടൊമാറ്റോ ഇടുക. അതും ഇട്ടിട്ട് അതൊന്ന് ഞാൻ മിക്സ് ചെയ്യുക. അപ്പോൾ അതൊന്ന് വേവുന്ന സമയത്തൊക്കെ ഞാൻ കഥ പറയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പെട്ടെന്ന് മാറ്റണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം വെച്ചാൽ, എൻ്റെ കൊളീഗുണ്ട്, ഞാൻ ലൈസൻസ് എടുത്ത് വണ്ടിയൊക്കെ എടുക്കുന്നത് ഞാൻ അവൻ്റെ കൂടെയാണ് ഞാൻ ഓഫീസിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഒരു ദിവസം ഇതുപോലെ ഇവന് ഫൈൻ വന്നു. അതായത് 400 ദിർഹംസ് എന്ന് പറയുന്ന നാട്ടിലൊരു 9,000 രൂപയ്ക്ക് അടുത്ത് വരും. ഈ 400 ദിർഹംസ് ഫൈൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നാണ്. അപ്പം ഇവന് നമുക്ക് നമ്മൾ അറിയുന്നില്ല, കാര്യം നമ്മൾ ഈ പെട്ടെന്ന് ഡെയിലി പോയി വരുന്നു, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ എടാ ഇതിങ്ങനെ ഫൈൻ വന്നു എൻ്റെ അടുത്ത് പറയാം. അപ്പം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി നോക്കിയപ്പോൾ ഹെഡ്ലൈറ്റ് 2 നമ്മൾ ഇട്ട് നോക്കി, ഹെഡ്ലൈറ്റ് 2 വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രേക്ക് ലൈറ്റ് നോക്കിയപ്പോഴാണ് ബാക്കിലത്തെ ഒരു സൈഡിൽ ബ്രേക്ക് ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഞാൻ എടാ ബ്രേക്ക് ലൈറ്റ് ഇല്ലെന്ന്. അതായത് അത് നമ്മൾ വർക്ക്ഷോപ്പിൽ അപ്പം തന്നെ കൊണ്ടുപോയി നമ്മൾ റെഡിയാക്കി 15 ദിർഹംസ്, നാട്ടിൽ 300 രൂപ മുടക്കേണ്ട കാര്യമുള്ളായിരുന്നുള്ളൂ. അതിന് 400 ദിർഹംസ് ഫൈൻ വന്നു. അതായത് ആ ബ്രേക്ക് ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ഒറ്റ റീസണിലാണ് 400 ദിർഹംസ് ഫൈൻ വന്നത്. അതോടുകൂടി അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ഫൈൻ വന്നവൻ അത്രയും പൈസ വന്നുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ ആ സ്പോട്ടിൽ തന്നെ പോയിട്ട് ഞാൻ പറയാം, രാത്രി തന്നെ പോയി ഞാനത് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ക്യാരറ്റും നമ്മുടെ ക്യാബേജും കൂടെ ഞാൻ ഇടുവാണേ. അതായത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്കൊരു അനുഭവം ഉണ്ടായപ്പോഴാണ് നമുക്ക് മനസ്സിലായി, ഇനിയും നമ്മളത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടുമല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതേപോലെ നമ്മുടെ നാട്ടിലും കർശനമായിട്ടുള്ള നിയമങ്ങൾ വന്നു കഴിഞ്ഞാൽ പേടി വരും. അപ്പോൾ നമ്മുടെ ക്യാരറ്റും നമ്മുടെ ഈ ഒണിയനും ഇതെല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഞാൻ ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കും. നമ്മുടെ ഈ ചിക്കനെ കൂടെ ഞാൻ ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇനി കുറച്ച് മസാലയും പരിപാടിയൊക്കെ ഇടാറുണ്ട്, അത് ഞാൻ ഇടും. നമ്മുടെ ചിക്കനെ ഇങ്ങോട്ട് ഇട്ടിട്ട് ഞാനിതൊന്ന് ഇളക്കി ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്യിപ്പിക്കണം, മാരിനേറ്റ് ചെയ്യിപ്പിക്കണം. എന്നിട്ട് വേണം അടുത്ത പരിപാടിയിലോട്ട് പോകാൻ. ഇപ്പം നിങ്ങൾ വിചാരിക്കും, ഇവൻ ഇതിനകത്തിലോട്ട് ഒരു സാധനം ഇട്ടില്ല, ഇവരൊരു ഉപ്പ് പോലും ഇട്ടില്ലോ എന്ന്. ഇടാൻ പോവാണ്, അതിനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഐറ്റംസ് ഞാൻ ഇടാൻ പോവാണ്. ഞാൻ ആദ്യം ഇടാൻ പോകുന്നത് നമ്മുടെ സോൾട്ട്, 1 ടീസ്പൂണ് ഉപ്പ് ഞാനൊന്ന് ഇടുന്നു. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗരം മസാല ഇല്ലേ, ഗരം മസാല ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല, അതും 1 ടീസ്പൂണ് ഗരം മസാല അങ്ങോട്ട് ഇടുന്നു. അതിനുശേഷം നമ്മുടെ വറ്റലമുളകിൻ്റെ തരിയില്ലേ, ഇതും ഞാൻ ഒരു 1/2 ടീസ്പൂണാണ് കേട്ടോ, 1 ടീസ്പൂൺ ഇടത്തില്ല, അത് എരിച്ച് പണ്ടാറണങ്ങി പോകും. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അരിയാനുള്ള മടി കൊണ്ട് ഞാൻ കടയിൽ നിന്ന് മേടിച്ചാണ്. നിങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ അരിയുന്ന അത്രയും അരിയാൻ പറ്റുമെങ്കിൽ അരിഞ്ഞു, അത്രയും ഉള്ളൊരു സ്വാദും ഇതും കിട്ടത്തില്ല. പിന്നെ ഇത് നമ്മൾ ചേർക്കണമല്ലോ വെച്ചാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ അതും ഇട്ടു. നമ്മുടെ ഇൻഗ്രീഡിയൻസ് കഴിഞ്ഞു. ഇനി ഇതിനെ ഞാനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിനകത്ത് കുരുമുളക് ഇടുന്നില്ല കേട്ടോ. നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ട് പെപ്പർ പൗഡർ ഇടുന്നില്ലോ, കാര്യം എല്ലാ കാര്യത്തിലും ഇപ്പോൾ പെപ്പർ പൗഡർ ഇടുന്നതാണല്ലോ, ഇതെന്താ ഇടാത്തത്? ഇതിനകത്ത് പെപ്പർ പൗഡർ ഇടുന്നില്ല. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോഴാണ് നമ്മൾ റോളാക്കാൻ പോകേണ്ടത്. സോ അപ്പോൾ നമ്മുടെ ചിക്കന് നമ്മളങ്ങനെ വെച്ച് അത് ഏകദേശം ഒന്ന് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മളൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ റോളിൻ്റെ, അതായത് നമ്മളുടെ ക്യാബേജ് റോളിനകത്തിലോട്ട്, ക്യാബേജിൻ്റെ ലീഫിനകത്തിലോട്ട് നമ്മൾ ഇതിട്ടിട്ട് ഇതിനെ ഒന്ന് റോൾ ചെയ്ത് വെച്ചിട്ട് വരും. പിന്നെ ഇതൊന്ന് പരിപാടി ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, ഞാൻ
ഈ ന്യൂട്രീഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഡയറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വയറ് കുറയ്ക്കണം, അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കണം, വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കാം. നമ്മൾ ഒരു ന്യൂട്രീഷൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ നമുക്ക് വെർച്വലായിട്ട്, അതായത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ന്യൂട്രീഷൻ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ, നിങ്ങൾക്ക് എന്തൊക്കെ ഫുഡ് കഴിക്കണം, നിങ്ങളുടെ വെയിറ്റ് എങ്ങനെ കുറയ്ക്കാം, നിങ്ങൾ എന്തൊക്കെ എക്സസൈസ്, എന്തൊക്കെ വർക്കൗട്ട് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈനിൽ ചെയ്യും. കാര്യം ഞാനിവിടെ ദുബായിലാണ്. നാട്ടിലുള്ളവർക്കാണ് നിങ്ങൾക്ക് ഓൺലൈന്. ഇനിയും ഇവിടെ ദുബായിലുള്ളവർ അല്ലെങ്കിൽ ഓൾ ഓവർ യു എയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഫിസിക്കലായിട്ട് നമ്മൾക്കൊരു ട്രെയിനിങ് സെഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അതങ്ങനെ ട്രെയിനിങ് സെഷനൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഈ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ചിക്കനും നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ എനിക്കൊന്ന് റോളാക്കണം. ഉണ്ടല്ലേ, നമ്മുടെ വെന്ത് നല്ല സെറ്റായി മസാലയൊക്കെ പിടിച്ച് നമ്മുടെ ഉപ്പൊക്കെ പിടിച്ച് നല്ല അടിപൊളി സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. ഇനി ഞാനൊന്ന് റോളാക്കണം. അതാണ് എൻ്റെ അടുത്ത ടാർഗറ്റ്. അപ്പോൾ അതിന് ഞാൻ ഇപ്പം ഈ ക്യാബേജിനെ നമ്മൾ വഴറ്റി വെച്ച ഇലയില്ലേ, ഈ ഇല എടുത്തിട്ട് ഞാനിത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് കുറച്ച് നമ്മൾ മിക്സി വെച്ച് നമ്മുടെ ഐറ്റംസ് എടുത്തിട്ട് ഇങ്ങനെ ഒന്നിടും. നിങ്ങൾക്ക് ഇത് കാണുമ്പം എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ, നമ്മുടെ ചെറുപ്പത്തിലൊക്കെ വീട്ടിൽ ഈ കുമ്പളപ്പം ഉണ്ടാക്കും. അതായത് നമ്മുടെ വഷ്ണയിലയില്ലേ, വഷ്ണയുടെ ഇല എടുത്തിട്ട് ഇതേപോലെ ലൈക്ക് ഇത് കണ്ടോ, ഇതിങ്ങനെ ഞാൻ റൗണ്ട് റോൾ ചെയ്ത് സെറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കും. ഇത് ഒരെണ്ണമായിട്ടുണ്ട്. ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കുക. ഇതൊരു വളരെ കുഞ്ഞനാണ്, അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഇത് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ അങ്ങോട്ട് വെച്ചു. ശേഷം ഇത് ഞാൻ രണ്ട് സൈഡിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കണ്ടല്ലേ, ഇങ്ങനെ മടക്കി സെറ്റ് ചെയ്ത് ഇതാണ്ട അടപ്പള ചെയ്തണ്ട. വീണ്ടും അടുത്ത ഇല എടുത്തു. ഇവനെ ഞാൻ അതുപോലെ, ഇവനും കുഞ്ഞനാണ്, അതുകൊണ്ട് കുഞ്ഞനായിട്ട് ഇവനെ വെക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞു വന്നത്, ഇത് കാണുമ്പോൾ എനിക്ക് മറ്റേ കുമ്പളപ്പത്തിൻ്റെ കാര്യം പറഞ്ഞു. നമ്മുടെ വഷ്ണയിലല്ലേ, ഈ വഷ്ണയിലക്കകത്തിലോട്ട് ആണ് ഈ കുമ്പളപ്പം ഉണ്ടാക്കുന്നത്. അത് ചെയ്യുന്നത് എങ്ങനെ വെച്ചാൽ മറ്റേ അരിയും കൊണ്ടും ചെയ്യും, ഗോതമ്പ് കൊണ്ടും ചെയ്യും കേട്ടോ. എനിക്ക് അരിയും കൊണ്ട് ചെയ്യുന്ന കുറച്ചുകൂടി ഇഷ്ടം. അത് അരിയൊക്കെ വെച്ചിട്ട് അരി ഇങ്ങനെ നമ്മളെ കുഴച്ച് അതിനകത്തിലോട്ട് കുറച്ച് ഇത് കണ്ടല്ലേ അരി ഇങ്ങനെ കുഴച്ചിട്ട് അതിനകത്തിലോട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ്, പിന്നെ നമ്മുടെ ഉണക്കമുന്തിരി, ഏലയ്ക്ക, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇട്ടിട്ട് കുഴച്ച് റെഡിയാക്കി എടുക്കും അമ്മ. എന്നിട്ട് ഇത് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ട് ഇതിന് ഇതേപോലെ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന സാധനത്തിന് ഇതേപോലെ ഭക്ഷണയിലേക്കകത്തിലോട്ടിട്ട് ഇത് ഇങ്ങനെ മടക്കി അത് പിന്നെ പിൻ ചെയ്യും കേട്ടോ. അതിങ്ങനെ ഇതിനകത്തിലോട്ടിട്ട് പിൻ ചെയ്യാൻ പറ്റുമല്ലോ, പിൻ ചെയ്ത് അങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതുപോലെ ഉണ്ടാക്കി അതിങ്ങനെ നമ്മുടെ ഇഡലിക്കുട്ടകത്തില്ലേ, സ്റ്റീം ചെയ്യുന്ന ഇഡലിക്കുട്ടകത്തിലോട്ട് വെച്ച് ആവിയിലിട്ട് പുഴുങ്ങിയെടുത്ത് തരും. അതും ഒരു ചായയും നല്ല പാലൊക്കെ ഇട്ടൊരു ചായയും കൂടെ കുടിച്ച മറ്റേ നിവിൻ പറഞ്ഞിട്ട് എൻ്റെ സാറേ പിന്നെ ചുറ്റുവോളം ഒന്നും കാണാൻ പറ്റൂല എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടാണ്. പിന്നെ ചുറ്റുവോളം ഒന്നും കാണാൻ പറ്റൂല. അടിപൊളിയാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഇതുപോലെ ഡിഷസൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മെമ്മറീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുന്നേ. നമുക്ക് രസമല്ലേ നമ്മുടെ ഒരു പഴയ കാലഘട്ടങ്ങളിലൊക്കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ റോൾ, അതായത് ക്യാബേജ് റോളിൻ്റെ റോളാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇവനെ നമ്മൾ പാനിലിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ പാനൊന്ന് വെച്ചിട്ട് പാനിൻ്റെ അതിലോട്ട് ഇച്ചിരി ഒലിവ് ഓയിൽ ഒഴിക്കാൻ പോവുകയാണ്. ഞാൻ നമ്മുടെ ഒലിവ് ഓയിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മുടെ ഒലിവ് ഓയിൽ ഒന്ന് ഫുള്ളൊന്ന് സെറ്റ് ചെയ്യുന്നു. ഓരോ റോളിനെ ഞാൻ അപ്പോൾ നമ്മുടെ റോള് ഓരോന്നോരോന്നായിട്ട് ഞാൻ ഈ എണ്ണയ്ക്കകത്തിലോട്ട് ഇടുകയാണ്, ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇതാക്കരുത്. ഞാൻ ഒരു 4 ഇട്ടിട്ടുള്ളൂ. കാര്യം എൻ്റെ പാൻ വളരെ ചെറുതായതുകൊണ്ട് 4 ഇട്ടു. അടുത്ത സെറ്റിൽ അടുത്ത് ഇടാം. അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടൊന്ന് മൂപ്പിക്കാൻ നിൽക്കരുത്. ഇത് ഓൾറെഡി വെന്താണ്. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുന്ന പരുവാകുമ്പോൾ നമ്മളിതിനെ എടുക്കാം. അപ്പോൾ ഇത് ഒരെണ്ണം ഒന്ന് ചുമന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചിടുകയാണ്. കണ്ടല്ലോ, ഇത്രയും ഒരു ചുമപ്പേ ആകാം. ഈ ഒരു ചുമപ്പാകുമ്പോഴത്തേ നമ്മൾ ഇതിനെടുത്ത് തിരിച്ചിടുക. കാരണം കൈ കൊണ്ട് ഇങ്ങോട്ട് ഇതേപോലെ ഇതൊന്ന് ആ ഒരു ബ്രൗൺ കളർ ആകുമ്പം നമ്മളിതിനെ എടുക്കണം. ഇപ്പോൾ ഒരു സൈഡ് എൻ്റെ ആയിട്ടുണ്ട്.
ഇനി നെക്സ്റ്റ് സൈഡ് കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിതെടുക്കും. അടുത്ത സെറ്റുണ്ട്, അടുത്ത സെറ്റ് കൂടെ ഇടും. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്യാബേജ് റോള് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ഒന്ന് ഓഫ് ചെയ്തിട്ട് പൊട്ടിത്തെറിക്കുന്നു. ഞാൻ പൊട്ടിത്തെറിക്കുന്ന ചിക്കൻ അല്ലല്ലോ, ക്യാബേജ് റോളല്ലേ ചെയ്തത്. ഇതിനെ ഒന്ന് എടുത്ത് ഞാൻ ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്ലേറ്റിലോട്ട് ഇടാൻ പോവാം. അയ്യവാ കണ്ട, അയ്യവാ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാബേജ് റോള്. ഇനി അടുത്ത പരിപാടി വെച്ചാൽ ഇതിനെ കഴിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ രണ്ടാമത്തെ സെറ്റ് റോള് ഞാൻ ഇപ്പം ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി ഞാൻ പാനിലിട്ടിട്ടുണ്ട്. ഇനി നേരെ പോയി കഴിക്കുക എന്നുള്ളതാണ്. വിശന്ന് ഒരു പരുവമായി. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാബേജ് റോൾ. എൻ്റെ വീട്ടിൽ മോമോസൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അങ്ങനെ തൈരൊക്കെ ഒരു സലാഡൊക്കെ പോലെ കടിച്ചുണ്ടാക്കിയാലും നല്ലതാണ്. ഇപ്പോൾ ഞാനത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യണമെന്നാണല്ലോ, അതാണല്ലോ എൻ്റെ ഒരു രീതി. ഇത് ഒരെണ്ണം കൂടെ എടുത്തു. ഇതല്ല, ഇത് ഞാൻ ലാസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞൊരു ടേസ്റ്റ് ഇല്ല, എമ്മി അല്ലെന്ന് പറയത്തില്ല. ഇത് നല്ല എമ്മിയാണ്. കാരണം ഇത് കുറച്ച് മസാലയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റിലെടുത്തേക്കുന്ന സാധനമാണ്. അതുകൊണ്ട് ഇത് കുറച്ച് എമ്മിയാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറ എങ്ങനെ ഉണ്ടെന്ന്, ഇതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഒരു ഡിഷുമായിട്ട് വരാം. അടുത്ത വെജിറ്റേറിയൻ ആണ്. എൻ്റെ കമൻറ്റ് ബോക്സിൽ എനിക്ക് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഒരു വെജിറ്റേറിയൻ ഡയറ്റ് ഫുഡ് പറയാൻ. വെജിറ്റേറിയൻ ഡയറ്റ് ഫുഡാണ് ഇനി അടുത്ത് വരുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയട്ടെ, സേ നോ ടു ഡ്രഗ്സ്. എൻ്റെ പൊന്നുമക്കളെ, വളർന്നു വരുന്ന നിങ്ങളോടാണ്. ഈ ഡ്രഗ്സിൻ്റെ ഇങ്ങനെയുള്ള സാധനത്തിൻ്റെ പുറകെ പോകാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി അത്യാവശ്യം പഠിച്ച് അല്ലെങ്കിൽ ഒരു ബിസിനസ് മൈൻഡൊക്കെ ആണെങ്കിൽ അതൊക്കെ ചെയ്ത് ലൈഫിൽ രക്ഷപ്പെടാൻ നോക്ക്. ഇതിൻ്റെയൊക്കെ പുറകെ പോയിട്ട് ജീവിതം കൊണ്ട് തൊലച്ച് നശിപ്പിച്ച് കളയരുത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.